ഇൻസ്റ്റഗ്രാം റീലുകളും ഫേസ്ബുക്ക് ഫീഡുകളും ഒന്നിനു പുറകെ ഒന്നായി സ്ക്രോൾ ചെയ്ത് ഡിജിറ്റൽ ലൂപ്പിൽ പെട്ടുപോകുന്നവരിൽ കൗമാരക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ തുടർച്ചയായ സ്ക്രോളിംഗ് വെറും ഒരു ശീലമല്ല, മറിച്ച് കുട്ടികളെ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ കെട്ടിയിടാൻ വൻകിട കമ്പനികൾ ബോധപൂർവ്വം രൂപകൽപ്പന ചെയ്ത കെണിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. കൗമാരക്കാരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തു എന്ന കേസിൽ മെറ്റയ്ക്കെതിരെ വിധിയായിരിക്കുന്നു. വൻ തുകയാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടത്. ആ വിവരങ്ങളാണ് ഇന്നത്തെ ഇൻഡെപ്തിൽ. സ്വാഗതം. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കൗമാരക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും കടുത്ത സോഷ്യൽ മീഡിയ അഡിക്ഷനും ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി 2023 US-ലെ 47-ലധികം സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ മെറ്റയ്ക്കെതിരെ സംയുക്തമായി നിയമ നടപടി ആരംഭിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയേക്കാൾ സ്വന്തം ലാഭത്തിന് മുൻഗണന നൽകിയ മെറ്റ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. കാലിഫോർണിയയിലെ ഫെഡറൽ കോടതിയിൽ നടന്ന നാടകീയമായ വിചാരണയുടെ 2ാം ആഴ്ചയിലാണ് മെറ്റ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് സക്കർബർഗ് നേരിട്ട് കോടതിയിൽ മൊഴി നൽകാനിരിക്കെ കമ്പനി ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. കൗമാരക്കാരുടെ മാനസിക വികാസത്തെയും അവരുടെ ചിന്താഗതികളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അൽഗോരിതങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സംസ്ഥാനങ്ങൾ വാദിച്ചു. ബ്രെയിനിലെ ഡോപ്പമിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആപ്പുകളുടെ ഘടന. ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് എന്ന ഫീച്ചർ ഇതിൽ ഏറ്റവും അപകടം പിടിച്ചതാണ്. അവസാനമില്ലാത്ത റീലുകളും പോസ്റ്റുകളും വന്നുകൊണ്ടേയിരിക്കുന്ന ഈ സംവിധാനം കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഉറക്കത്തിലോ പഠന സമയത്തോ കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ നിരന്തരം അയക്കുന്ന പുഷ് നോട്ടിഫിക്കേഷനുകളും ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവരങ്ങൾ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ശേഖരിച്ച് AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ചുവെന്ന നിയമലംഘനവും മെറ്റയ്ക്കെതിരെ തെളിഞ്ഞു. $17 ബില്യൺ നഷ്ടപരിഹാരമായി നൽകാൻ മെറ്റ സമ്മതിച്ചിരിക്കുന്നത്. അതായത് 1.71 ലക്ഷം കോടി രൂപ വരും. ഒരു ടെക് കമ്പനി നഷ്ടപരിഹാരമായി ഇത്രയും വലിയ തുക നൽകുന്നത് ഇതാദ്യമായാണ്. അടുത്ത 10 വർഷ കാലയളവിലാണ് മെറ്റ ഈ വൻതുക US സംസ്ഥാനങ്ങൾക്ക് നൽകുക. ഈ തുക പ്രധാനമായും കുട്ടികളുടെയും കൗമാരക്കാരുടെയും ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾക്കും സോഷ്യൽ മീഡിയ കാരണം മാനസികാരോഗ്യം തകർന്ന കുട്ടികളുടെ ചികിത്സക്കും കൗൺസിലിങ്ങിനുമായി മാറ്റിവെക്കും. കോടതിക്ക് പുറത്തുള്ള ഈ ഒത്തുതീർപ്പിൽ തങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലപാടിലാണ് മെറ്റ ഇപ്പോഴും. എങ്കിലും മാതാപിതാക്കളെ സഹായിക്കാനും കൗമാരക്കാരെ സംരക്ഷിക്കാനുമുള്ള വലിയൊരു ചുവടുവെപ്പായാണ് ഇതിനെ കാണുന്നതെന്ന് മെറ്റയുടെ വക്താക്കൾ അറിയിച്ചു. ഒപ്പം തങ്ങൾ കൊണ്ടുവന്ന ഈ നിയന്ത്രണങ്ങൾ ടിക്ടോക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ മറ്റ് പ്ലാറ്റ്ഫോമുകളും മാതൃകയാക്കണമെന്നും മെറ്റ ആവശ്യപ്പെട്ടു.